ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുമ്പേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന നല്ല ഒറിജിനൽ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഔദിക്കുട്ടച്ചായനാണെന്നുണ്ടെങ്കിലോ കുറ്റവും കുറവൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും ഞാൻ അവളെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കും. അട്ടേനെ പിടിച്ച് മെത്തേല് കിടത്താൻ പറ്റില്ലല്ലോ. ഇതൊക്കെ നിന്റെ ഭാര്യയെ മക്കൾ അറിഞ്ഞ അവരുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ ലാലിച്ച? നോക്കിക്കോ, അവളെ കാണട്ടെ, അവളെ ഞാൻ പിടിച്ച് പുറത്താക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ അലീന അതിലെ കൂടി പാസ് ചെയ്ത് നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന ലാലിച്ചൻ അച്ഛനോട് പറയണ്ട, അപ്പ ദേ നിൽക്കുന്നു, അപ്പൻ അടിച്ചു പുറത്താക്കാൻ വന്ന ആള് ദേ ഇതാണ് എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ഔദിക്കുട്ട അച്ചായൻ പതുക്കെ തിരിഞ്ഞു നോക്കാണ്. അലീന ചിരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അലീനെ കാണുമ്പോ തന്നെ ഔദിക്കുട്ടിയുടെ വായില് അറിയാതെ വന്നു പോകാണ് ചിന്നമ്മ എന്ന്. അത് കേൾക്കുമ്പോ ലാലിച്ചൻ അപ്പച്ചന്റെ മുഖത്തേക്ക് നോക്കാണ്. അപ്പ അതെ, ചിന്നമ്മ, ചിന്നമ്മ തന്നെ, അതെ അച്ഛ. ഞാനും ഇവളെ കണ്ടപ്പോ എനിക്ക് അമ്മേനെയാണ് ഓർമ്മ വന്നത്. ചിന്നമ്മ, എന്റെ സ്വന്തം അമ്മ അല്ലേ അപ്പ? അതെ, ശരിക്കും ചിന്നമ്മ തന്നെ, ഒരു മാറ്റവും. ആ ചിരിയും നോട്ടവും എല്ലാം ചിന്നമ്മയുടെ തന്നെ എന്ന് പറയാണ്. ശേഷം നമ്മുടെ ഔദിക്കുട്ടിയച്ചായൻ അലീനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മോളെ, മോക്ക് എന്നെ മനസ്സിലായോ? മനസ്സിലായി. എന്നെ ഇവിടെ നിന്ന് ആട്ടി പുറത്താക്കാമെന്ന വല്യപ്പച്ചനോ? ഞാനോ? ആട്ടി പുറത്താക്കാനോ? അതോ എന്റെ മോളെ? മോൾ താരാ ഇതൊക്കെ പറഞ്ഞത്? ഞാൻ എന്റെ മോളെ ആട്ടി പുറത്താക്കൊന്നും ഇല്ലട്ടോ. ദേ, എന്റെ ചിന്നമ്മ തന്നെയായത്. ചിന്നമ്മ എന്ന് പറയുമ്പോഴേക്കും ലാലിച്ചൻ പറയുന്നുണ്ട്, മോളെ അതെ, എന്റെ അമ്മേനെ ഞാൻ വിളിക്കണതാ ചിന്നമ്മന്ന്. അതെ, ഇവന്റെ അമ്മയുടെ പേരെ അവന്റെ അമ്മയുടെ പേര് ചിന്നമ്മ എന്നല്ലട്ടോ. ഇവനെ ചെറുപ്പത്തിലെ ചിന്നമ്മ ചിന്നമ്മ എന്ന് അമ്മേനെ വിളിക്കേണ്ടായത്. അങ്ങനെ ചിന്നമ്മന്നായി. മോളെ കണ്ടാലേ ശരിക്കും ചിന്നമ്മേനെ പോലെ തന്നെയാ എന്ന് പറയണം. അതേ നോട്ടം, അതേ കണ്ണ്, അതേ മൂക്ക്, അതേ സംസാരം, അതേ ചിരി എന്നൊക്കെ പറയാണ്. അലീനക്ക് ചിരി വരുന്നുട്ടോ. തന്റെ വല്യപ്പച്ചൻ തന്നെ കണ്ട് ഫ്ലാറ്റ് ആയെന്ന് അലീനക്ക് മനസ്സിലായി. ശേഷം അലീന ഇങ്ങനെ പറയണ്ട, അല്ല വല്യപ്പച്ചന് ചായയോ കാപ്പിയോ എന്താ വേണ്ടത്? അയ്യോ ഒന്നും വേണ്ട മോളെ, കുടിക്കാനുള്ളതൊക്കെ ലാലിച്ചൻ തന്നു. മനസ്സിലായി. അയ്യോ മോളെ തെറ്റിദ്ധരിക്കല്ലേ, വല്യപ്പച്ചൻ ഒരു ഗ്ലാസ്സേ കുടിച്ചുള്ളൂ. ശരി ശരി എന്ന് പറയുമ്പോ എന്തായാലും മോള് ചോദിച്ചതല്ലേ, മോൾ ഒരു ഗ്ലാസ് ചായ എടുത്തോ. അയ്യോ, എന്നെ അടുക്കളയിൽ കയറ്റാനായിട്ട് പൗലോസ് ഏട്ടൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. ആര് പറഞ്ഞു സമ്മതിക്കില്ലെന്ന്? ഞാൻ പറഞ്ഞോളാം അവനോട്. എനിക്ക് എന്റെ മോളുടെ കൈവച്ചുണ്ടാക്കിയ കൈപുണ്യം ഒന്ന് അറിയണം. ഒരു ചായ കുടിക്കണം. മോൾ അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കിക്കോ എന്ന് പറയാണ്. ശേഷം നമ്മൾ ഔദിക്കുട്ട ചായനും പുറകേൽ പോകുന്നുണ്ട് കേട്ടോ. അലീന അങ്ങനെ ചായ ഉണ്ടാക്കാണ്. 3 ഗ്ലാസ്സിലായിട്ട് ചായ ഒഴിക്കാണ്. ഒരു ഗ്ലാസ് നമ്മുടെ ഔദിക്കുട്ട ചായനും, ഒരു ഗ്ലാസ് പൗലോസ് ഏട്ടനും, ഒരു ഗ്ലാസ് അലീനക്കും. എന്നിട്ട് ആ ചായ നമ്മുടെ ഔദിക്കുട്ടച്ചാനും കൊടുക്കുന്നുണ്ട്. നമ്മുടെ അപ്പച്ചൻ ചായ കുടിക്കണതും ഓ വാവ് സൂപ്പർ, എന്തൊരു ടേസ്റ്റ് ചായക്ക്. എടാ പൗലോസേ, ഇത് കണ്ട് പഠിക്കണ നീ. ഇവൻ ഉണ്ടാക്കും ഒരു വാട്ടച്ചായ, വായിൽ വെക്കാൻ പോലും കൊള്ളില്ല. ഇതാണ് കടുപ്പം, കറക്റ്റ് കടുപ്പം, കറക്റ്റ് മധുരം. ഇതാണ് ചായ, ഒറിജിനൽ ചായ. എടാ പൗലോ, നീയേ ഇവളുടെ കയ്യിൽ നിന്ന് ഈ ചായ ഉണ്ടാക്കുന്നത് പൊടിക്കൈകൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്ക്. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴെങ്കിലും നല്ല ചായ ഉണ്ടാക്കി താടാ. ഓ ആയിക്കോട്ടെ എന്ന് പൗലോസ് ഏട്ടനും പറയണം. ശേഷം അലീന വല്യപ്പച്ചനോട് ചോദിക്കേണ്ട, വല്യപ്പച്ചന് ചായ ഒത്തിരി ഇഷ്ടമായോ? പിന്നെ ഒത്തിരി ഇഷ്ടമായി, എന്റെ മോൾ ഉണ്ടാക്കിയ ചായ സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയാണ്. രാത്രി ആവുമ്പോഴേക്കും നമ്മുടെ ലാലിച്ചൻ ചോദിക്കേണ്ടല്ല, അച്ഛൻ തിരിച്ചു പോകുന്നില്ലേ? വന്നിട്ട് അലീനെ ഓടിച്ച് തിരിച്ചു പോകുന്നു പറഞ്ഞ ആളല്ലേ, എന്താ അച്ഛൻ തിരിച്ചു പോകുന്നില്ലേ എന്ന് ചോദിക്കാണ്. എടാ ഞാൻ എന്തായാലും വന്നില്ലേ, ഇനി 2 ദിവസം കൂടി കഴിയട്ടെ. മനസ്സിലായി. എന്റെ മോളെ കണ്ടിട്ട് അച്ഛനെ മതിയായില്ലല്ലേ? അതല്ലേ? സത്യം പറഞ്ഞ അതേടാ, നിന്റെ മോളെ കണ്ടിട്ട് എന്റെ കണ്ണ് നിറയെ കണ്ട് കണ്ട് കൊതി തീർന്നിട്ടില്ല. എന്റെ ചിന്നമ്മ മുൻപിൽ വന്ന് നിൽക്കുന്ന പോലെയല്ലേ അവള് നിൽക്കുന്നത് എന്ന് പറയാണ്. എന്റെ മോള് സുന്ദരിയല്ലേ അപ്പച്ച? പിന്നെ സുന്ദരിയാണ്, സ്വഭാവം കൊണ്ടും രൂപം കൊണ്ടും എല്ലാം സുന്ദരി തന്നെ, അതിസുന്ദരി എന്ന് പറയാണ്. എന്റെ മോളെയും കൊണ്ട് എനിക്ക് പോണോ വെച്ചാ ആകാശത്തൂടെ പറക്കണം, വെള്ളത്തിലൂടെ നീന്തണം, റോഡിലൂടെ കറങ്ങി നടക്കണം. എടാ നീ അങ്ങനെയൊക്കെ പോകുമ്പോഴേക്കും എന്നെയും കൂടി കൂട്ടടാ. അപ്പനെയോ? പിന്നെ എനിക്കും വരണ്ടേടാ, എനിക്കും നിങ്ങളുടെ കൂടെ ചുറ്റിക്കറങ്ങണം എന്ന് പറയാണ്. അങ്ങനെ അലീനന നമ്മുടെ ലാലിച്ചൻ വിളിക്കേണ്ട, മോളെ നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോയാലോ? മോൾ ഇവിടെ നിന്ന് ബോറടിച്ചില്ലേ? ഒരു കാര്യം ചെയ്യ്, മോള് വാ. വല്യപ്പച്ചനുണ്ടോ? അപ്പനും ഉണ്ട്, വാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. അങ്ങനെ അലീനയും ഔദിക്കുട്ടിയച്ചായനും നമ്മുടെ ലാലിച്ചനും കൂടി ചേർന്ന് വണ്ടി എടുത്തിട്ട് അവർ 3 പേരും മാത്രമായിട്ട് ഒരു ഔട്ടിങ്ങിന് പോവാട്ടോ. നമ്മുടെ ഔദിക്കുട്ടിയച്ചാനാണെന്ന് അലീനക്ക് എന്തൊക്കെ മേടിച്ചു കൊടുത്തിട്ടും തൃപ്തി കിട്ടുന്നേ ഇല്ല. കുറെ ചുരിദാറുകൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, കുറെ ഓർണമെന്റ്സ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, അലീനക്ക് നല്ല നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. വേറെന്താ മോളെ വേണ്ടത്, വേറെന്താ മോളെ വേണ്ടത് എന്ന് ചോദിച്ച് ഓരോന്നായിട്ട് വാങ്ങിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ഔദിക്കുട്ടിയച്ചായൻ കേട്ടോ. ഇത് കാണുന്ന നമ്മുടെ ലാലിച്ചൻ പറയുന്നുണ്ട്, അച്ഛാ ഇങ്ങനെയല്ല അവൾക്ക് വാങ്ങിച്ചു കൊടുത്തതിന് എനിക്കും എന്തിനും വാങ്ങിച്ചു കൊടുക്കണ്ടേ? എടാ ഇതേ എന്റെ മോളാ, മനസ്സിലായോ?
അവൾക്ക് ആവശ്യമുള്ളതൊക്കെ ദേ ഈ വല്യപ്പച്ചനായിട്ടുള്ള ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം, എന്റെ മരണശേഷം മാത്രം ഞാൻ നിനക്ക് എന്റെ മോളെ വിട്ടു തരുവോളോടാ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അലീനൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ശേഷം അവർ പാർക്കിലൊക്കെ പോകുന്നുണ്ട്. നമ്മൾ അവധക്കുട്ടാച്ചായന് വലിയ കൊമ്പമേഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പാർക്കില് കയറാനൊക്കെ ഭയങ്കര പേടിയാട്ടോ. പക്ഷെ അരിനെ നിർബന്ധിച്ച് എല്ലായിടത്തും കയറ്റുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവധക്കുട്ടാച്ചായൻ നല്ല ഹാപ്പി ആവാണ്. വർഷങ്ങൾക്ക് ശേഷം സന്തോഷം എന്താന്ന് പറഞ്ഞത് അവധക്കുട്ടാച്ചായൻ അപ്പോഴാട്ടോ. അങ്ങനെ അവർ അടിച്ചു പൊളിച്ച് നടക്കുവാണ്. അതേസമയം നമ്മുടെ അലീന എന്നൊരു ഇടക്കിടക്ക് വല്ലാത്ത വിഷമത്തിലാണ്. വേറൊന്നുമല്ല, തൻ്റെ ആങ്ങള തൻ്റെ പെങ്ങളുമാര് എല്ലാവരും ഇപ്പൊ വിഷമിച്ചിരിക്കുകയായിരിക്കും. കാരണം വൈജയന്തി വീട്ടിലെത്തിയിട്ടുണ്ടല്ലോ. വൈജയന്തിയും അച്ഛനും തമ്മിൽ ഭയങ്കര പ്രശ്നമായിരിക്കും എന്നുള്ള കാര്യം അലീനക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ ഇത് അനുഭവിക്കാൻ പോണത് തൻ്റെ സഹോദരങ്ങളാണല്ലോ എന്നൊരു ടെൻഷൻ നമ്മുടെ അലീനക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. രാത്രി അലീന ഉറങ്ങാതെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഉറങ്ങാതിരിക്കുമ്പോഴേക്കും നമ്മുടെ ഔതുക്കുട്ടി അലീനയുടെ റൂമിലേക്ക് വരുന്നുണ്ട്. മോളെ, നീ എന്താ ഇത്ര നേരിട്ട് ഉറങ്ങിയില്ലേ? നീ എന്താ കഥ കടയ്ക്കാത്തത്? കഥ കടച്ചിട്ട് ഉറങ്ങിക്കൂടെ മോളെ എന്ന് ചോദിക്കുകയാണ്. നീ എന്താ കരയുവാണോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയണ്ടേ, എന്റെ സഹോദരങ്ങൾ ഇപ്പൊ വിഷമിച്ചിരിക്കായിരിക്കും. മോളെ, നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. അവരുടെ പാടായി. നിന്റെ ജീവിതം ഇനി ഇവിടെയാണ്. നീ ഈ വീട്ടിലെ കുട്ടിയാണ്. ഈ വീട്ടിലെ നീ ഇനി കഴിയേണ്ടത്. ഇവിടുത്തെ ആൾക്കാരെ കുറിച്ച് മാത്രം നീ ഇനി ആലോചിച്ചാൽ മതി. വല്യപ്പച്ച, അവരും എന്റെ സഹോദരങ്ങളല്ലേ വല്യപ്പച്ച എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഔതുകുട്ടച്ചൻ പറയുന്നുണ്ട്, മോളെ, നീ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ നിന്റെ അമ്മ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന അലീന പറയുന്നുണ്ട്, ശരിയാ, എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല. എന്നെ അടുത്ത് വിളിച്ച് സ്നേഹത്തോടെ നോക്കിയിട്ട് പോലുമില്ല. പക്ഷെ വല്യപ്പച്ച, എൻ്റെ അമ്മക്ക് അറിയില്ലല്ലോ ഞാൻ അമ്മയുടെ മകളാണെന്ന്. അമ്മ നോക്കുമ്പോൾ എന്താ ഒരു വീട്ടുവേലക്കാരി, എല്ലായിടത്തും സ്വതന്ത്രമായിട്ട് നടക്കുവാണ്. എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഒരു വീട്ടുജോലിക്കാരിയായിട്ടല്ലേ അമ്മ എന്നെ കാണുന്നത്. അതുകൊണ്ടിട്ടായിരിക്കും അമ്മ എന്നെ സ്നേഹിക്കാത്തത്. മോളെ, നിന്റെ നല്ല മനസ്സാണ്, അതുകൊണ്ടാ നീ ആരെയും കുറ്റം പറയാത്തത്. നീ ഇങ്ങനെ വിഷമിക്കല്ലേ മോളെ, എല്ലാം ശരിയാകും. നീ കിടന്നുറങ്ങിക്കോ. ഇപ്പൊ നീ വേറെ ഒന്നിനും കുറിച്ച് ആലോചിക്കണ്ട. വല്യപ്പച്ചനും ഉറങ്ങുവാട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കുട്ടിയച്ചാനും വാതിലടച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ അലീന ഉറങ്ങണമൊന്നുമില്ല കേട്ടോ. അലീന അങ്ങനെ വിഷമിച്ച് കരഞ്ഞു കിടക്കാണ്. നമ്മുടെ ബാലചന്ദ്രനൊന്നും ഉറങ്ങാനേ പറ്റുന്നില്ല. ആ റൂമിൽ ഇരിക്കുമ്പോഴെല്ലാം അലീനയുടെ ഓർമ്മകൾ മാത്രം. അച്ഛാ എന്ന് വിളിച്ച് അലീന വരുന്ന ആ ഒരു ഇതിനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ. അതേസമയം ബബിതയും കൃഷ്ണജയും പരസ്പരം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുവാണ്. നന്നായിട്ട് കരയുന്നുണ്ട് കേട്ടോ. ഈ സമയം അലീന ചേച്ചി ഉണ്ടെങ്കിൽ നമ്മുടെ നടുക്ക് കിടന്നാനേല് അലീന ചേച്ചിനെ കെട്ടിപ്പിടിച്ച് നമ്മൾ രണ്ടുപേരും കിടന്നുറങ്ങിയാനേ എന്നൊക്കെ പറയുന്നുണ്ട് ബബിത. കൃഷ്ണജ ചോദിക്കണ്ടേ, ചേച്ചിക്ക് അലീന ചേച്ചിനെ മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ മിസ് ചെയ്യാതെ, എനിക്ക് അലീന ചേച്ചിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അലീന ചേച്ചി നമ്മുടെ ആരുമല്ല, പക്ഷെ എങ്കിൽ പോലും എവിടേക്കോ വല്ലാത്തൊരു വേദന പോലെ അലീന ചേച്ചി നമ്മുടെ സ്വന്തമാണെന്ന് ഒരു തോന്നൽ എന്നൊക്കെ ബബിത പറയുമ്പോൾ കൃഷ്ണജയ്ക്ക് സത്യങ്ങളൊക്കെ തുറന്ന് പറയണമെന്നുണ്ടെങ്കിലും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.